ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. ഇവിടെ എഴുതിയിരിക്കുന്നു, ഇരുവരുടെയും കണ്ണു തുറന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ അവർ അന്ധരായിരുന്നു? അല്ലേ അല്ല. അവിടെ അകക്കണ്ണുകൾ തുറക്കുന്ന കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ അകക്കണ്ണുകൾ തുറന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ചില തിരിച്ചറിവുകൾ ഉണ്ടായി. അകക്കണ്ണ് തുറന്നപ്പോൾ അവർ നഗ്നരാണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തിയില കൂട്ടിത്തുന്നി ഒരു അരയാട ഉണ്ടാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. ചില പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ അകക്കണ്ണുകൾ അടഞ്ഞിരിക്കും. ചില തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ അകക്കണ്ണുകൾ അടഞ്ഞിരിക്കും. ചില തെറ്റായുള്ള സംസാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ അകക്കണ്ണുകൾ അടഞ്ഞിരിക്കും. ചില തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ അകക്കണ്ണുകൾ അടഞ്ഞിരിക്കും. എന്നാൽ നമ്മുടെ അകക്കണ്ണുകൾ തുറന്നിരുന്നാലോ? നമ്മുടെ അകക്കണ്ണുകൾ തുറക്കുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ അകക്കണ്ണുകൾ തുറക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ഹാഗറിന്റെ ജീവിതം നമുക്കറിയാം. ഹാഗറിന്റെ അകക്കണ്ണ് തുറന്നപ്പോൾ മരുഭൂമിയിലെ നീരുറവ കാണുവാനായിട്ട് സാധിച്ചു. അതുപോലെ നമ്മുടെ അകക്കണ്ണുകൾ തുറക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ കാണുവാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നമ്മുടെ അകക്കണ്ണുകൾ തുറക്കുമ്പോൾ നമുക്ക് അത്ഭുതങ്ങളെ കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ അകക്കണ്ണുകൾ തുറക്കുവാനായിട്ട് നാം ശ്രമിക്കണം. നമ്മുടെ അകക്കണ്ണുകൾ തുറക്കുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കും: നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണം.